ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ICDS സൂപ്പർവൈസർ 2024 എക്സാമിൻ്റെ മൊഡ്യൂൾ 3ൽ കവർ ചെയ്യേണ്ട സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ PDF നോട്ട്സ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ ടെലഗ്രാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ത്യ ഗവൺമെൻറ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് എന്നുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലവിലുള്ള ഇഷ്യൂസ് എന്നുള്ളത് നോക്കാം. ഇന്ത്യ അക്കൗണ്ട്സ് ഫോർ റഫ്ലി 18% ഓഫ് വേൾഡ്സ് പോപ്പുലേഷൻ ആൻഡ് 12% ഓഫ് ഗ്ലോബൽ മുനിസിപ്പൽ വേസ്റ്റ് ജനറേഷൻ. അതായത് ലോകത്തെ ജനസംഖ്യയുടെ 18% ഇന്ത്യയിലാണ്. അതുപോലെ ലോകത്തെ മൊത്തം വേസ്റ്റ് ജനറേഷൻ മുനിസിപ്പൽ വേസ്റ്റ് ജനറേഷന്റെ 12% ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അക്കോർഡിംഗ് ടു എ റിപ്പോർട്ട് ബൈ ദ എനർജി റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട്, India generates 62 million tons of waste each year. About 43 million tons are collected, and of which about 12 million are treated and 31 million tons are dumped in landfill sites. അതായത് ഇന്ത്യയുടെ ഒരു മൊത്തത്തിലുള്ള കണക്കെടുക്കുകയാണെങ്കിൽ ദ എനർജി ആൻഡ് റിസോഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു വർഷത്തിൽ 62 മില്യൺ ടണ്ണുകളോളം വേസ്റ്റ് ആണ് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. അതിൽ 70% വേസ്റ്റുകൾ പല രീതിയിൽ കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് 43 മില്യൺ 70% കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ആ കളക്ട് ചെയ്യപ്പെടുന്നതിൽ 12 മില്യൺ വേസ്റ്റ് ആണ് ശരിയായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ഒക്കെ ചെയ്ത് അത് പ്രശ്നമില്ലാത്ത രീതിയിലാക്കുന്നത്. ബാക്കി 31 മില്യൺ ടൺസ് ലാൻഡ്ഫിൽ സൈറ്റുകളിൽ ഡംപ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇപ്പം ഇന്ത്യയിലുള്ള ഒരവസ്ഥ വരുന്നത്. ഇനി ഒരു പ്രൊജക്ഷൻ പറയുന്നത് ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് അർബൻ മുനിസിപ്പൽ വേസ്റ്റ് solid waste generation will increase to 165 million tons in 2030. 2030 ആവുമ്പോഴേക്കും 165 മില്യൺ ടൺസ് വരും ഒരു വർഷം ഇന്ത്യ ജനറേറ്റ് ചെയ്യുന്ന വേസ്റ്റ് എന്ന് പറയുന്നതെന്നാണ് ഒരു പ്രൊജക്ഷൻ പറയുന്നത്. അതും അർബൻ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ജനറേഷൻ ആണ് ഈ ഇത്രയൊരു കാൽക്കുലേഷൻ. അപ്പോൾ റൂറലിലും കൂടി ആകുമ്പോൾ ഇതിൻ്റെ കൂടുതൽ വരും. 2030 ആകുമ്പോഴേക്കും 165 മില്യൺ ടൺസ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ വേസ്റ്റ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇനി ഗവൺമെന്റ് അപ്പോൾ ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഫോർമുലേറ്റഡ് വേരിയസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. ദീസ് റൂൾസ് ആർ അപ്ഡേറ്റഡ് പീരിയോഡിക്കലി ആൻഡ് ഹാവ് ബീൻ ഫോർമുലേറ്റഡ് അണ്ടർ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. അതായത് ഇതിനു വേണ്ടിയിട്ട് പല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടി. അപ്പം അത് കാലാനുസൃതമായിട്ട് അത് പുതിയത് കൊണ്ടുവരേണ്ടത് പുതിയത് കൊണ്ടുവരും, അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യുന്നത് 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന് കീഴിലാണ് ഇതിന് വേണ്ടിയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കീഴിൽ ഇതുവരെ കൊണ്ടുവന്നിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? First one, Solid Waste Management Rules 2016, then E-Waste Management Rule 2016, പിന്നെ Plastic Waste Management Rules 2016. അപ്പോൾ പ്രധാനമായിട്ടുള്ള എല്ലാത്തിനും പ്രത്യേക റൂൾസ് ഉണ്ട്. സോളിഡ് വേസ്റ്റിന് വേറെ, ഇ വേസ്റ്റിന് വേറെ, പ്ലാസ്റ്റിക് വേസ്റ്റിന് വേറെ. ഈ റൂൾസ് എല്ലാം 2016 ഇത് കൊണ്ടുവരുന്നത്. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള കാലാനുസൃതമായിട്ടുള്ള അമെൻമെന്റ്സ് ഒക്കെ പിന്നീട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ റൂൾസ് ആയിട്ട് നോക്കാം. ആദ്യത്തേത് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016. These rules replaced the Municipal Solid Waste Management and Handling Rules 2000. അപ്പോൾ ഇതിനു മുൻപ് ഈ രീതിയിൽ നിലവിലുണ്ടായിരുന്ന 2000 ഉണ്ടായിരുന്ന മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾസ് ആണ്. അതിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് 2016 സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് വരുന്നത്. Responsibilities of generators have been introduced to segregate waste into 3 streams. അപ്പോൾ ആരാണോ ഈ വേസ്റ്റ് ഉണ്ടാവാനായിട്ടുള്ള കാരണക്കാര്, അപ്പോൾ അവർ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഈ വേസ്റ്റിനെ 3ആയിട്ട് വേർതിരിക്കണം. എന്തൊക്കെയാണ്? വെറ്റ് ആയിട്ടുള്ള അഥവാ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള വേസ്റ്റ്,
ഡ്രൈ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള വേസ്റ്റ്, അതിൽ എന്തൊക്കെ വരാം? പ്ലാസ്റ്റിക്, പേപ്പർ, മെറ്റൽ, വുഡ്, അതൊക്കെ ഡ്രൈ വേസ്റ്റിൽ വരാം. പിന്നെ ഡൊമസ്റ്റിക് ഹസാർഡസ് വേസ്റ്റ്, അതിൽ എന്തൊക്കെ വരാം? ഡയപ്പേഴ്സ്, നാപ്കിൻസ്, എംറ്റി കണ്ടെയ്നേഴ്സ് ഓഫ് ക്ലീനിങ് ഏജൻസ്, മോസ്കിറ്റോ റെപ്പലൻസ്, ഇതൊക്കെ ഹസാർഡസ് ഡൊമസ്റ്റിക് വേസ്റ്റിൽ വരാം. അപ്പൊ ഈ 3 കാറ്റഗറീസ് ആയിട്ട് വേസ്റ്റ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ 3ആയിട്ട് ഇതിനെ കാറ്റഗറൈസ് ചെയ്യണം. എന്നിട്ട് ഹാൻഡ് ഓവർ ദ സെഗ്രിഗേറ്റഡ് വേസ്റ്റ് ടു ഓതറൈസ്ഡ് റാക്ക് പിക്കേഴ്സ് ഓർ വേസ്റ്റ് കളക്ടേഴ്സ് ഓർ ലോക്കൽ ബോഡീസ്. എന്നിട്ട് ഈ 3 കാറ്റഗറീസിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് അത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വേസ്റ്റ് പിക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലോക്കൽ ബോഡീസിന് അത് കൈമാറുകയാണ് ചെയ്യേണ്ടത് എന്നാണ് സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ 2016 പറയുന്നത്. Waste generators will have to pay user fee to waste collectors, spot fine for littering and non-segregation. അതായത് ഈ വേസ്റ്റ് ഉണ്ടാക്കുന്ന ആൾക്കാർ, വേസ്റ്റ് ജനറേറ്റേഴ്സ് എന്തൊക്കെ രീതിയിലുള്ള ഫൈൻ പേ ചെയ്യണം എന്നാണ് പറയുന്നത്. ഒന്ന്, വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ടുള്ള യൂസർ ഫീ അവർ പേ ചെയ്യണം. പിന്നെ ഇവര് മലിനമാക്കുകയോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് സെഗ്രിഗേറ്റ് ചെയ്ത്, അതായത് ഇങ്ങനെ വേർതിരിച്ച് തരാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു സ്പോട്ട് ഫൈനും ഈടാക്കാനായിട്ട് ഈ ഒരു റൂൾ പറയുന്നുണ്ട്. The biodegradable waste should be processed, treated and disposed of through composting or biomethanation within the premises as far as possible. അപ്പോൾ ഇതിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ബയോഡിഗ്രേഡബിൾ വേസ്റ്റുകൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് ഡിസ്പോസ് ചെയ്യണം. അത് കമ്പോസ്റ്റിംഗ് വഴിയോ അല്ലെങ്കിൽ ബയോമെഥനേഷൻ വഴിയോ ആണ് അത് ട്രീറ്റ് ചെയ്ത് മര്യാദയ്ക്ക് ഡിസ്പോസ് ചെയ്യേണ്ടത്. Manufacturers and brand owners of disposable products like tin, glass, plastic packaging must financially assist local authorities in establishing waste management systems. അപ്പോൾ ഈ വേസ്റ്റ് ഉണ്ടാവാൻ കാരണമായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ബ്രാൻഡ് ഓണേഴ്സ് എന്ത് ചെയ്യണം? ഈ ലോക്കൽ ബോഡീസിന് വേസ്റ്റ് മാനേജ്മെന്റിന് ഹെൽപ്പ് ചെയ്യണം. ഏത് രീതിയിൽ? അവർക്ക് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കണം. അപ്പോൾ അതായത് പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ടിന്ന്, ഗ്ലാസ്, പ്ലാസ്റ്റിക്, അതൊക്കെ പോലെയുള്ള പാക്കേജിങ് ചെയ്യുന്ന മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ ബ്രാൻഡ് ഓണേഴ്സ് എന്ത് ചെയ്യണം? ലോക്കൽ ബോഡീസിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചെയ്യണം, വേസ്റ്റ് മാനേജ്മെന്റിൽ അതുവഴി അവരെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് ഈ ഒരു റൂള് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ട്രോണിക് വേസ്റ്റിനെ പറ്റിയിട്ടാണ്. E-waste contains numerous toxic chemicals including metals such as lead, cadmium, mercury, nickel. അപ്പോൾ ഈ വേസ്റ്റിന്റെ പ്രധാന പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹസാർഡസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസ് അതിൽ അടങ്ങിയിട്ടുണ്ടാവും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെഡ്, കാഡ്മിയം, മെർക്യൂറി, നിക്കൽ, ഇതൊക്കെ എന്ന് പറയുന്നത് ടോക്സിക് കെമിക്കൽസ് ആണ്. ഇത് ഈ വേസ്റ്റിൽ അടങ്ങിയിട്ടുണ്ടാവും. ഇന്ത്യ currently ranks third among the largest generator of e-waste globally, behind only China and US. അപ്പോൾ ചൈനയും US കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ 3-ാം സ്ഥാനത്താണ് ആര്? ഇന്ത്യ എന്ന് പറയുന്നത്. The volume of e-waste in India has witnessed a significant surge to 1.6 million tons in 2021-22. അതായത് ഇന്ത്യയിലെ ഇ വേസ്റ്റിന്റെ ജനറേഷൻ ഏകദേശം 1.6 മില്യൺ ടൺസ് ആയിട്ട് കൂടിയിട്ടുണ്ട് 2021-22 കണക്കനുസരിച്ച്. The 65 cities in India generate more than 60% of the total generated e-waste, whereas 10 states generate 70% of the total e-waste. അതായത് ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന ഈ വേസ്റ്റിന്റെ 60% ഏകദേശം ഒരു 65 സിറ്റികളിൽ നിന്നായിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ജനറേറ്റ് ചെയ്യുന്ന ടോട്ടൽ ഈ വേസ്റ്റിന്റെ 70%-ഓളം ഒരു 10 സ്റ്റേറ്റിൽ നിന്നായിട്ടാണ് ജനറേറ്റ് ചെയ്യപ്പെടുന്നതെന്നാണ് പറയണത്. അത് ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട ബേസിക് ഡീറ്റെയിൽസ്. അപ്പം ഇനി ഇത് ടാക്കിൾ ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു റൂളാണ് ഈ വേസ്റ്റ് മാനേജ്മെന്റ് റൂള് 2016. It was enacted in 2017 with over 21 products, Schedule 1 included under the purview of the rule. അപ്പോൾ 2017 മുതലാണ് ഈ ഒരു റൂൾ ഇനാക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇതിന്റെ ഷെഡ്യൂൾ 1-ൽ 21-ഓളം പ്രോഡക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. It included compact fluorescent lamps, CFL, and other mercury containing lamps as well as other such equipments. അപ്പോൾ ഈ പറയുന്ന 21 പ്രോഡക്ട്സിൽ നമ്മൾ കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും ഉപയോഗിച്ചുകൊണ്ടിരുന്ന
CFL ലാംപ്സും അല്ലെങ്കിൽ മെർക്യൂറി കണ്ടെയ്നിങ് ആയിട്ടുള്ള ബാക്കി ലാംപ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. CFLന്റെ ഫുൾ ഫോം ആണ് കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. In 2018, the 2016 rule underwent an amendment that broadened their scope to emphasize the promotion of authorization and product stewardship. അതായത് 2016 ഈ റൂളിന് 2018 ഒരു അമെൻമെന്റ് കൊണ്ടുവന്നു. അപ്പൊ അതില് ഓതറൈസേഷൻ അതുപോലെ തന്നെ ഓതറൈസേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം എംഫസൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് സ്റ്റെവാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എന്താണ് പ്രൊഡക്റ്റ് സ്റ്റെവാർഡ്ഷിപ്പ് എന്ന് പറയുന്നത് നോക്കാം. Product stewardship is a concept and approach that emphasizes the responsibility of producers, manufacturers, and other stakeholders for entire life cycle of a product from its creation to its disposal or recycling. അതായത് ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മാനുഫാക്ചർ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മാനുഫാക്ചർ ആയിരിക്കും ആ ഒരു പ്രൊഡക്റ്റിന്റെ ക്രിയേഷൻ മുതൽ അതിനെ അവസാനം ഉപയോഗം കഴിഞ്ഞ് ഡിസ്പോസൽ അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്നത് വരെയുള്ള ആ പ്രൊഡക്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ആ പ്രൊഡക്റ്റിന്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മാനുഫാക്ചർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബാക്കി സ്റ്റേക്ക് ഹോൾഡേഴ്സിനായിരിക്കും. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ആണ് പ്രൊഡക്റ്റ് സ്റ്റെവാർഡ്ഷിപ്പ് എന്ന് പറയുന്നിട്ടുള്ളത്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 2018 വന്ന അമെൻമെന്റ് ആണ് പ്രൊഡക്റ്റ് സ്റ്റെവാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പോയിന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫൈഡ് e-waste management rule 2022 with a major aim to digitize the e-waste management process and enhance visibility. ഇനി 2022 ഇതിന് അമെൻമെന്റ് ഉണ്ടായി. അതിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് വേസ്റ്റ് മാനേജ്മെന്റിനെ ഡിജിറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് കുറച്ചും കൂടി വേസ്റ്റ് മാനേജ്മെന്റ് ട്രാൻസ്പെറന്റ് ആവും എന്നുള്ള കാര്യം കൊണ്ടാണ് വേസ്റ്റ് മാനേജ്മെന്റ് ഡിജിറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് 2022 അമെൻമെന്റിൽ കൊണ്ടുവരുന്നത്. It also restricts the use of hazardous substances such as lead, mercury, and cadmium in manufacturing electrical and electronic equipments that have an adverse impact on human health and environment. പിന്നെ ഈ 2022 അമെൻമെന്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ഹസാർഡസ് സബ്സ്റ്റൻസുകളായിട്ടുള്ള ഇത്തരം ലെഡ്, മെർക്യൂറി, കാഡ്മിയം പോലെയുള്ള എലമെന്റ്സിന്റെ ഉപയോഗം റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു 2022 അമെൻമെന്റിൽ പറയുന്നുണ്ട്. ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് ഇത്തരം മെറ്റൽസ് കൊണ്ടൊക്കെ അല്ലെങ്കിൽ എലമെന്റ്സ് കൊണ്ടൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹ്യൂമന്റെ ഹെൽത്തിനും അതുപോലെ തന്നെ എൻവയോൺമെന്റിനും ഒക്കെ ഭയങ്കര പ്രശ്നമാണ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അതുകൊണ്ട് ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സിൽ ഇത്തരം സബ്സ്റ്റൻസുകളുടെ യൂസേജിന് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരണം എന്നുള്ളത് 2022 അമെൻമെന്റിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 പറ്റിയിട്ടാണ്. ഇറ്റ് മാൻഡേറ്റ്സ് ദ ജനറേറ്റർ ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ടു take steps to minimize the generation of plastic waste, not to litter the plastic waste, ensure segregated storage of waste at source and hand over segregated waste in accordance with the rules. അപ്പോൾ ഈ ഒരു റൂളിൽ പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റിന്റെ ജനറേറ്റേഴ്സ് എന്തൊക്കെ ചെയ്യണം, ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കാരണം ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഏറ്റവും കുറയ്ക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അതായത് അവർ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുവന്നിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയരുത്. എൻഷുവർ സെഗ്രിഗേറ്റഡ് സ്റ്റോറേജ് ഓഫ് വേസ്റ്റ് അറ്റ് സോഴ്സ്, അതായത് നിങ്ങൾക്ക് എവിടെയാണോ ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവുന്നത് അവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ ഒരു പ്രത്യേക, അതായത് പ്ലാസ്റ്റിക് വേസ്റ്റിന് പ്രത്യേക ഒരു സ്റ്റോറേജ് കൊടുത്ത് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ റൂളിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റീസിന് ഈ പറയുന്ന വേസ്റ്റ് കൈമാറുക എന്നാണ് ഈ ഒരു റൂളിൽ പറയുന്നത്. PWM റൂൾസ് 2016 cast extended producer responsibility on producer, importer, and brand owner, and EPR shall be applicable to both pre-consumer and post-consumer plastic packaging waste. അപ്പോൾ 2016 ഈ ഒരു റൂൾ പ്രകാരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി. അതായത് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാവാനായിട്ട് ആ ഒരു പ്ലാസ്റ്റിക്
റിസ്ക് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്ത ആൾ റെസ്പോൺസിബിൾ ആണ്. അപ്പം അയാൾക്ക് എന്തുണ്ട്, എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം ആളത് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അവസാനം അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഡിസ്പോസൽ നടക്കുന്നുണ്ട് എന്നുള്ളത് പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഇമ്പോർട്ടറോ അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡ് ഓണറോ എൻഷുർ ചെയ്യണം എന്നുള്ളതാണ് പറയണം. Increased the minimum thickness of plastic carry bags from 40 microns to 50 microns and stipulated a minimum thickness of 50 microns for plastic sheets. ഇപ്പോൾ 2016 ഈ ഒരു ആക്ടിലാണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിൻ്റെ ഒക്കെ തിക്നെസ്സിനെ കുറിച്ചിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിന്റെ തിക്നെസ് 40 മൈക്രോണിൽ നിന്ന് 50 മൈക്രോൺ ആയിട്ട് ഉയർത്താനായിട്ട് പറയുന്നത് ഈ റൂളാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ തിക്നെസ് മിനിമം 50 മൈക്രോണെങ്കിലും വേണമെന്നും ഈ ഒരു റൂള് പറയുന്നു. എക്സ്പാൻഡഡ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ആപ്ലിക്കബിലിറ്റി ഫ്രം മുനിസിപ്പൽ ഏരിയാസ് ടു റൂറൽ ഏരിയാസ്. അതായത് ഈ ഒരു റൂൾസ് മുനിസിപ്പൽ ഏരിയയിൽ മാത്രമല്ല റൂറൽ ഏരിയ, ഗ്രാമീണ മേഖലകളിലും ഇത് ആപ്ലിക്കബിൾ ആണ് എന്ന് പറയുന്നു. റെസ്പോൺസിബിലിറ്റി ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ റൂൾസ് ഇസ് ഗിവൺ ടു ഗ്രാമപഞ്ചായത്ത് ഇൻ റൂറൽ ഏരിയാസ്. ഇപ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ ഈ ഒരു റൂള് എൻഷുർ ചെയ്യേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇൻട്രൊഡക്ഷൻ ഓഫ് വേസ്റ്റ് സെഗ്രിഗേഷൻ അറ്റ് സോഴ്സ് ഫോർ ഇൻഡിവിജ്വൽ ആൻഡ് ബൾക്ക് ജനറേറ്റേഴ്സ്. അതായത് ചെറിയ രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ വലിയ രീതിയിലാണെങ്കിലും പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടാക്കുന്ന ആളുകൾക്ക് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യാൻ അവരുടെ സോഴ്സിൽ തന്നെ വെച്ച്, അതായത് ഉണ്ടാവുന്ന സ്ഥലത്ത് തന്നെ വെച്ചിട്ട് വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെക്കാനിസം ഉണ്ടാവണം എന്നുള്ളതാണ് ഈ റൂള് പറയുന്നത്. ഇനി ഇതിന് ഇതുപോലെ തന്നെ അമെൻമെന്റുകൾ കുറച്ച് വന്നിട്ടുണ്ട്. പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് അമെൻമെന്റ് റൂൾ 2018, phasing out multi-layered plastic material used or to be used for packaging and having at least one layer of plastic. അതായത് കുറഞ്ഞത് ഒരു ലെയർ ഓഫ് പ്ലാസ്റ്റിക് എങ്കിലും ഉള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ മൾട്ടി ലെയർഡ് പ്ലാസ്റ്റിക് എന്ന് പറയാം. അപ്പം ഇത്തരം മൾട്ടി ലെയർഡ് പ്ലാസ്റ്റിക്കുകൾ നമ്മൾ പതിയെ ഒഴിവാക്കാനായിട്ട്, ഫേസ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കലാണ് 2018 റൂളിൽ പറയുന്ന കാര്യം. is now applicable to MLP which are non-recyclable or non-energy recoverable or without a no alternate use. അതായത് ഈ മൾട്ടി ലെയർഡ് പ്ലാസ്റ്റിക്കിൽ തന്നെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നോൺ എനർജി റിക്കവറബിൾ ആയിട്ടുള്ള പിന്നെ വേറൊരു ഓൾട്ടർനേറ്റീവ് യൂസ് ഇല്ലാത്ത തരത്തിലുള്ള മൾട്ടി ലെയർഡ് പ്ലാസ്റ്റിക്കുകൾ കംപ്ലീറ്റ്ലി ഫേസ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് 2018 റൂളിൽ പറയുന്നത്. പ്രിസ്ക്രൈബ്ഡ് എ സെൻട്രൽ രജിസ്ട്രേഷൻ സിസ്റ്റം ഫോർ ദി രജിസ്ട്രേഷൻ ഓഫ് പ്രൊഡ്യൂസേഴ്സ്, ഇമ്പോർട്ടേഴ്സ് ഓർ ബ്രാൻഡ് ഓണേഴ്സ് ഓഫ് ദി പ്ലാസ്റ്റിക്സ്. അതായത് അപ്പോൾ ഈ രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകൾ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഇമ്പോർട്ടറോ ബ്രാൻഡ് ഓണേഴ്സിൻ്റെ ഒക്കെ ഒരു രജിസ്ട്രേഷൻ സിസ്റ്റം സെൻട്രലി ക്രിയേറ്റ് ചെയ്യാന്നുള്ളതും ഈ ഒരു റൂളിൽ പറയുന്നു. Rule aims to streamline the registration process for producers, importers and brand owners while also providing a mechanism for phasing out non-recyclable multi-layered plastics. അപ്പോൾ ഇവരുടെ ഒരു രജിസ്റ്റർ ഉണ്ടാക്കി വെക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരം പ്ലാസ്റ്റിക്കുകൾ ഏത് രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് ഡിസ്പോസ് ചെയ്യാന്നുള്ളതിനെ പറ്റിയിട്ടും ഇത്തരം ബ്രാൻഡ് ഓണേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിന് ഒരു മെക്കാനിസം കൊടുക്കണം. അവർക്ക് അത് കറക്റ്റായിട്ട് എങ്ങനെ ഡിസ്പോസ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗൈഡൻസ് കൊടുക്കണമെന്നും ഈ റൂളിൽ പറയുന്നുണ്ട്. പിന്നെ 2021 പ്ലാസ്റ്റിക് മാനേജ്മെന്റ് റൂൾസിന് അമെൻമെന്റ് വരുന്നത്. അതിലെന്താ പറയുന്നത് നോക്കാം. പ്രൊഹിബിറ്റഡ് ഐഡന്റിഫൈഡ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഐറ്റംസ് ദാറ്റ് ഹാവ് ലോ യൂട്ടിലിറ്റി ആൻഡ് ഹൈ ലിറ്ററിംഗ് പൊട്ടൻഷ്യൽ ബൈ 2022. അതായത് സിംഗിൾ യൂസ് ഐറ്റംസ് അതിന് ഉപയോഗം വളരെ കുറവാണ്, പക്ഷെ അത് ഭയങ്കരമായിട്ട് മാലിന്യമായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക്കുകൾ ഉണ്ട്. അതിൻ്റെ യൂസേജ് 2022 ആകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ചെയ്യണം എന്നാണ് 2021 അമെൻമെന്റ് പറയുന്നത്. Prohibition of manufacture, import, stocking, distribution, sale and use of certain single-use plastic items including polystyrene and expanded polystyrene from 1st July 2022. അപ്പോൾ പോളിസ്റ്റെറിനും എക്സ്പാൻഡഡ് പോളിസ്റ്റെറിൻ്റെ ഉപയോഗം അത് പ്രധാനപ്പെട്ട സിംഗിൾ യൂസ്ഡ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണ്. അത് 2022 ജൂലൈ 1 മുതൽ അതിൻ്റെ കംപ്ലീറ്റ് യൂസേജ് പ്രൊഹിബിറ്റ് ചെയ്യണം എന്നുള്ളതാണ് 2021 റൂള് പറയുന്നത്.
increase in the thickness of plastic carry bags from 50 microns to 75 microns with effect from 30th September 2021 and to 120 microns with effect from 31st December 2022. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന്റെ ആദ്യത്തെ ഇയറിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 40-50 മൈക്രോൺ ആക്കണം പ്ലാസ്റ്റിക് ക്യാരി ബാഗിന്റെ തിക്നെസ്. പ്ലാസ്റ്റിക് ഷീറ്റ് മിനിമം 50 മൈക്രോൺ വേണമെന്ന്. അത് ഇനിയും കൂട്ടുകയാണ് 2021 റൂള്. 50-75 മൈക്രോൺ വേണം പ്ലാസ്റ്റിക് ക്യാരി ബാഗ്സിന് 2021 സെപ്റ്റംബർ 31 മുതൽ. അതുപോലെ 2022 ഡിസംബർ 31 മുതൽ 120 മൈക്രോൺ വേണം എന്നുള്ള രീതിയിലേക്ക് മാറ്റാണ് 2021 ഈ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിൽ മാറ്റം വരുത്തിയിട്ടുള്ള കാര്യം. ഇനി 2021 കഴിഞ്ഞാൽ 22 അമെൻമെന്റ് വരുന്നുണ്ട് ഈ റൂളിന്. ഇൻട്രൊഡ്യൂസ്ഡ് ഗൈഡ് ലൈൻസ് ഓൺ EPR ഫോർ പ്ലാസ്റ്റിക് പാക്കേജിംഗ്. എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റിയിൽ പ്ലാസ്റ്റിക് പാക്കേജിങ്ങിന് കൃത്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊണ്ടുവരികയാണ് ഈ ഒരു റൂൾ. അപ്പൊ പാക്കേജിങ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രൊഡ്യൂസർ അത് ശ്രദ്ധിക്കണം. ദീസ് ഗൈഡ് ലൈൻസ് സെറ്റ് മാൻഡേറ്ററി ടാർഗറ്റ്സ് ഫോർ EPR, റീസൈക്ലിംഗ് ഓഫ് പ്ലാസ്റ്റിക് പാക്കേജിംഗ് വേസ്റ്റ്, റീയൂസ് ഓഫ് റിജിഡ് പ്ലാസ്റ്റിക് പാക്കേജിംഗ് ആൻഡ് ദ യൂസ് ഓഫ് റീസൈക്കിൾഡ് പ്ലാസ്റ്റിക് കണ്ടന്റ്. അതായത് പ്ലാസ്റ്റിക് കൃത്യമായിട്ട് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി അനുസരിച്ചുള്ള ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള റീസൈക്ലിംഗ് ചെയ്യാനായിട്ട് പറ്റണം. റിജിഡ് പ്ലാസ്റ്റിക് പാക്കേജിങ്ങിനെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റണം. ഇതൊക്കെ എൻഷുർ ചെയ്യണം എന്നുള്ളതാണ് 2022 റൂള് പറയുന്നത്. എൻവിയോൺമെന്റൽ കോമ്പൻസേഷൻ വിൽ ബി ഇമ്പോസ്ഡ് ഓൺ ദോസ് ഹു ഫെയിൽ ടു മീറ്റ് EPR ടാർഗറ്റ്സ് ബേസ്ഡ് ഓൺ ദി പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ. അപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഈ EPR ഫോളോ ചെയ്യാനായിട്ട് മടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരതിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യേണ്ടി വരും? എൻവിയോൺമെന്റൽ കോമ്പൻസേഷൻ പേ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് പൊല്യൂട്ടർ പേ ചെയ്യണമെന്നുള്ള ഒരു പ്രിൻസിപ്പിളിന്റെ ബേസിസിൽ എൻവിയോൺമെന്റൽ കോമ്പൻസേഷൻ ഇവർ പേ ചെയ്യേണ്ടതായിട്ട് വരും. The guidelines provide a framework to strengthen the circular economy of plastic packaging waste. അപ്പോൾ സർക്കുലർ എക്കണോമി എന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകൾ പുറത്തേക്ക് ഇറക്കണം എന്നുള്ളതാണ്. അപ്പോൾ സർക്കുലർ എക്കണോമി ഓഫ് പ്ലാസ്റ്റിക് പാക്കേജിംഗ് വേസ്റ്റ് ആ രീതിയിലുള്ളത് കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഫ്രെയിം വർക്ക് കൊണ്ടുവരാനായിട്ട് 2022 റൂൾസിൽ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിൽ വന്നിട്ടുള്ള അമെൻമെന്റ്സും അതിൽ കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ ഓരോ വ്യത്യാസങ്ങൾ, അതായത് 2022 അമെൻമെന്റ് എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, 2021 അപ്പൊ അതുപോലെ ഓരോ റൂളിനും ഇതേപോലെ അമെൻമെന്റ് വന്നതിൽ എന്ത് വ്യത്യാസമാണ് മുമ്പത്തിൽ നിന്ന് കൊണ്ടുവന്നത് നോക്കുക. അതായത് പ്ലാസ്റ്റിക് വേസ്റ്റ്, വേസ്റ്റ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ സോളിഡ് വേസ്റ്റ് ആയാലും ഓരോ വർഷങ്ങളിലും ഓരോരോ പുതിയ പ്രശ്നങ്ങൾ വരികയാണ്. അതിനനുസരിച്ചിട്ടാണ് ഈ ആക്ടുകൾ അമെൻഡ് ചെയ്ത് പുതിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഇതിനെ അമെൻഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഓരോ വർഷത്തും കൊണ്ടുവന്നിട്ടുള്ള അമെൻമെന്റ് എന്താണ് ഫോക്കസ് ചെയ്യുന്നുള്ളത് നോട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന്റെ ഒരു ടൈം ലൈൻ ആണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതുണ്ട്, അല്ലാതെ ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഭാഗത്തുണ്ടായിരുന്ന റൂൾസും അതിന്റെ ഇയറുകളും ജസ്റ്റ് ഇതിലൊന്ന് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഇത് നോക്കി മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞതിൽ ഭൂരിപക്ഷം ഇതിനകത്തുണ്ട്, അല്ലാതെ ഏറ്റവും ആദ്യത്തെ കാലത്തുള്ള കുറച്ച് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റിന്റെ റൂൾസും ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഇയർ അടക്കം. അപ്പൊ അതൊന്ന് നോക്കി പോവാ. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്ന ടോപ്പിക്സ്. ബാക്കി ഇതിന്റെ അടുത്ത ഭാഗത്തിൽ നമുക്ക് കവർ ചെയ്യാം. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.